ഹായ് everyone, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ വിളയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അവൽ വിളയിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കപ്പ് അവലെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് തിന്നായിട്ടുള്ള അവലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മട്ട അവലുണ്ടെങ്കിൽ ബ്രൗൺ കളർ അവലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വൈറ്റ് അവലെടുക്കുക. പിന്നെ 1.5 കപ്പ് ശർക്കര ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്യാസിലൊരു പാൻ വെക്കുക. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതൊന്ന് മെൽറ്റാക്കുക. ശർക്കര ഇപ്പോൾ നല്ലോണം ഉരുകിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചിലപ്പോൾ ശർക്കരയിൽ കല്ലൊക്കെ കാണും, അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിൽക്കുകയാണ്, ശർക്കര നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു കടായി വെക്കുക. കടായി ചൂടാക്കി കഴിയുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 5-6 കാഷ്നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ 1/4 കപ്പ് പൊട്ട് കടലയുണ്ട് ഇട്ട് കൊടുക്കാം. ഒരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലൂടെ ഒരു 1 ടീസ്പൂൺ കറുത്ത എള്ളം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അവൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കയും ജീരകവും പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സും പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഒരു വെളുത്ത അവലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് കളറില്ലാത്തത്. നിങ്ങൾ ബ്രൗൺ അവൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വേറൊരു കളർ വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.